m.youtube.com ടൈപ്പ് വീഡിയോ ഹലോ എംബേർഡ് വീഡിയോ വന്നതിന് ശേഷം നേരെ ഹായ് ഹലോ. ഇന്നത്തെ ടിപ്പ് എന്ന് പറയുന്നത് യൂട്യൂബിൽ സ്റ്റുഡിയോയിൽ നമ്മൾ കയറിയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നമ്മൾ പലരും ചെയ്യാത്തൊരു കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു ട്രിക്കാണ്. എന്താണെന്നല്ലേ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ലൈക്കും നിങ്ങളുടെ കമൻറ്റുകളിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പം നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇനിയിപ്പോൾ ഷോർട്സ് ആണെങ്കിൽ അതുപോലെ ലോങ് വീഡിയോ ആണെങ്കിലും നിങ്ങളുടെ ഈ സെറ്റിങ്സ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് സ്റ്റുഡിയോ. അത് നമുക്ക് ക്രോം ബ്രൗസറിൽ യൂട്യൂബ് സ്റ്റുഡിയോ ആദ്യം m.youtube.com ടൈപ്പ് ചെയ്യുക. അതിന് ശേഷം നേരെ മുകളിലെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് 3 ഡോട്ട് കാണാം. 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഡെസ്ക്ടോപ്പ് സൈറ്റ് വെക്കുക. എന്ന് വെച്ചാൽ ലാപ്ടോപ്പ് ടൈപ്പ് നമ്മൾ കമ്പ്യൂട്ടർ സിസ്റ്റം പോലെ ചെയ്തതിന് ശേഷം നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോ ഡാഷ്ബോർഡിന് താഴെ കണ്ടന്റ് എന്നുള്ളതിൽ ഇടത് ഭാഗത്ത് കാണാം. നിങ്ങൾക്ക് അവിടെ ടച്ച് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾ പുതിയ ന്യൂ അപ്ലോഡ് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് അവിടെ ഫസ്റ്റ് തന്നെ കാണാൻ പറ്റും. അതിനകത്ത് നിങ്ങളൊന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്തതിന് ശേഷം നേരെ താഴെ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഷോ എംബഡ് വീഡിയോ എന്ന് കാണാൻ പറ്റും. അപ്പം നിങ്ങൾ അവിടെ ആ എംബഡ് വീഡിയോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, അത് ടിക്ക് നിങ്ങൾ ചെയ്യരുത്. ആ ടിക്കായി കിടക്കുകയാണെങ്കിൽ ആ ടിക്ക് ഒഴിവാക്കുക. അതിൻ്റെ തൊട്ട് താഴെ ഉള്ളത് മാത്രം ടിക്ക് ചെയ്തിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. അതെന്താണെന്ന് വെച്ചാലല്ലേ, നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് വ്യൂസ് കൂടാനും അതുപോലെ വാച്ചേഴ്സ് കിട്ടാനും വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾ ഈ എംബഡ് വീഡിയോ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് മറ്റുള്ള സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് ആ വീഡിയോ കാണാനുള്ളതിൻ്റെ ഒരു ഓപ്ഷനാണ് നമ്മൾ ഈ ഹലോ എംബഡ് വീഡിയോ എന്നുള്ളത് നമ്മൾ ടിക്ക് ചെയ്താലുള്ളത്. അപ്പോൾ അത് നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ വീഡിയോ മറ്റുള്ള ഏതെങ്കിലും ഫ്രണ്ട്സൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഏതെങ്കിലും പുതിയ ന്യൂ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ താല്പര്യമുള്ളവരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുന്നവർ നിങ്ങളുടെ വീഡിയോ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ വന്ന് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സെറ്റിങ് ടിക്ക് ഒഴിവാക്കിയാൽ മാത്രമേ ഡയറക്റ്റ് നമുക്ക് യൂട്യൂബിലേക്ക് വന്നിട്ട് കാണാൻ പറ്റുള്ളൂ. മറ്റേ ആ ഓപ്ഷൻ നിങ്ങൾ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യൂസ് കൂടില്ല, അതേപോലെ നിങ്ങളുടെ വാച്ചേഴ്സും കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ടിപ്പാണ് ഇന്നായിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, അതേപോലെ ഹൈപ്പും ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം പുതിയൊരു ടിപ്പുമായിട്ട്. അതുവരെ എല്ലാവർക്കും ബൈ.